സോ അങ്ങനെ മലയക്കോട്ട വാലിബിൻ്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. ട്രെയിലർ കുറച്ച് ഡിലേ ആയിരുന്നു, അതായത് 7 എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് അവസാനം 8 മണിക്കാണ് ട്രെയിലർ എത്തിയത്. സോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടീസർ മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ടീസർ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നിരാശ തന്നെയായിരുന്നു. പക്ഷേ ട്രെയിലർ ലുക്സ് നൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ട്രെയിലറിലേക്ക് വരുമ്പോൾ ഈ ഒരു സിനിമേൻ്റെ എന്താ ഒരു ഐഡിയ എന്ന് നമുക്ക് ഇനിയും കിട്ടിയിട്ടില്ല. അതായത് ഇതന്നെയാണ് ലിജോ ജോസ് പല്ലിശ്ശേരിൻ്റെ സിനിമയാണ്. അപ്പോൾ എന്താണ് മൂപ്പര ആ ഒരു കണ്ടൻറ്റ്, ആ ഒരു സംഭവം എന്താണോ ഒരു ഐഡിയ നമുക്ക് ഏകദേശം കിട്ടേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തും അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു വൈബിലാണ് ഈ ട്രെയിലർ അങ്ങനെ തന്നെ പോയത്. സോ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഒരു ടീസർ വൈബ് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതായത് മുമ്പിറങ്ങിയ ടീസർ ഒരു പ്രൊമോ മെറ്റീരിയൽ ആണെങ്കിൽ എനിക്ക് ഈ ട്രെയിലർ നോക്കുമ്പോൾ ഒരു ടീസർ അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഫുള്ളായിട്ട് കണ്ടതിന് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് തോന്നിയപ്പോൾ കേട്ടോ. സോ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിലർ നൈസ് തന്നെയാണ്. എസ്പെഷ്യലി അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി ഒരു രക്ഷയിലാണ് പറയാം. ഒരു ചോര തെറിക്കുന്ന സീൻസൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഒരു ഡയലോഗ്, പിന്നെ ആ ഒരു ചോര തെറിക്കുന്ന സീൻസ്, പിന്നെ എന്തോ ഒരു മഞ്ഞ സാധനം എറിയുന്നുണ്ട്. എനിക്കൊന്ന് മഞ്ഞളറ്റാന്ന് തോന്നുന്നു, അങ്ങനത്തെ എന്തോ സാധനം എറിയുന്നുണ്ട്. സോ അതൊക്കെ നൈസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഫ്രെയിംസൊക്കെ തന്നെ മുമ്പത്തെ ടീസറിൽ കാണിച്ച പോലെ തന്നെ ആ ഒരു ഫ്രെയിംസൊക്കെ വളരെ കിഡിലായിട്ട് തന്നെ വെച്ചിട്ട്. പിന്നെ മേക്കിംഗ് പറഞ്ഞേ പറ്റൂ. ആ ഒരു ട്രെയിലർ കാണിച്ച മേക്കിങ്ങോ ഒരു രക്ഷയില്ല. ഈവൻ റീസെൻ്റ്ലി ഇറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സൊക്കെ നോക്കിയാലും ആ ഒരു മേക്കിംഗ് ഒക്കെ നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നോക്കിയിട്ടുള്ളത് ക്യാരക്ടറൈസേഷൻ അങ്ങനെ കൂടുതലായിട്ട് ട്രെയിലറിലൊന്നും കാണിച്ചിട്ടില്ല. ഓരോരോ ക്യാരക്ടറിനെ ഒന്നും അങ്ങ് ദൂരെ നിന്നും ജസ്റ്റ് ടീസ് ചെയ്ത് പോയി, അങ്ങനത്തെ ഒരു ഇതിലാണ് പോയത്. ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊരു വൈബ് നമുക്ക് കിട്ടിയില്ല. എസ്പെഷ്യലി ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഡയലോഗൊക്കെ പറയുന്നത് ഹെവി ഡയലോഗ് തന്നെയാണ്. ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി റീസെൻ്റ്ലി ഓസലർ സിദ്ദിഖിൻ്റെ ഡയലോഗെല്ലാം ഇല്ലേ, അതേപോലെ തന്നെ നമുക്കൊരു ഫീലിംഗ് തരുന്നുണ്ടായിരുന്നു. ഒരു തരിപ്പ് നമുക്ക് ഒരു ട്രെയിലറിൽ ഈ ഒരു ഡയലോഗ് കിട്ടുമ്പോൾ നമുക്ക് തരുന്നുണ്ടായിരുന്നു. സോ ആ ഡയലോഗ് തന്നെ പറയുന്നുണ്ട്. അതായത് ഗെയിംസിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താ കളിയായിരിക്കും. സോ അതിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. മേ ബി ഗെയിമിനെ പറ്റി തന്നെ ആയിരിക്കും. ആ ഒരു വടംവലി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയായിരിക്കും പറയുന്നത്. എനിക്കൊന്നും ആ ഒരു ഗെയിംസിൻ്റെ ആ ഒരു ബേസ് തന്നെയാണ് ഈ കഥ പോകാമെന്ന് തന്നെയാണ്. സോ അങ്ങനെ കാണിച്ചിട്ട് മോഹൻലാലിൻ്റെ ഒരു എൻട്രിയും കൂടി ലാസ്റ്റ് കാണിച്ചിരിക്കും. ആ ഒരു എൻട്രി ഒക്കെ നൈസ് തന്നെയായിരുന്നു. ആ ഒരു ബൂസ്ബൂസും കാര്യങ്ങളെല്ലാം ആ ഒരു വാളെടുത്ത് വരുന്ന സീനൊക്കെ നൈസ് തന്നെയായിരുന്നു. സോ അതോടെ ഒരു ട്രെയിലർ അവസാനിപ്പിക്കുകയാണ്. സോ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഒരു ടീസറിൻ്റെ വൈബാണ് തന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ട്രെയിലർ ലുക്സ് നൈസ്. എന്നെ ഏറ്റവും കൂടുതൽ കണ്ണ് തള്ളിച്ചത് അതിൻ്റെ മേക്കിംഗ് തന്നെയാണ്. ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒരു രക്ഷയില്ല. അത് കിടിലൻ തന്നെയാണ്. നല്ല ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ച പോലെ തോന്നുന്നുണ്ട്. സോ സിനിമയ്ക്ക് വേണ്ടി കട്ട് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഒരു ചോര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇരിക്കുന്ന ഒരു ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ എനിക്ക് തോന്നി. സോ ടീച്ചറിൽ കണ്ട് അതേ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ ഒരു എക്സ്ട്രീം വേർഷൻ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ മോഹൻലാലിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിച്ചില്ല. കുറേയധികം സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരി ഇപ്പോൾ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് മേ ബി ഇതിൻ്റെ അകത്ത് ട്രെയിലറിൽ ഒരു ഡയലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഗെയിംസിൻ്റെ ഒരു ചതി വഞ്ചന അതന്നെ ആയിരിക്കാം. എനിക്കങ്ങനെയാണ് മനസ്സിൽ തോന്നുന്നത് കേട്ടോ. സോ മേക്കിംഗ് ഒരു രക്ഷയിലാണ് പറയാം. സോ ട്രെയിലർ നോക്കുകയാണെങ്കിൽ നൈസായിട്ട് നോക്കി ട്രെയിലർ എനിക്ക് ഇഷ്ടമായി. സോ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.